നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി CPM MLA PV അൻവർ. പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ നിന്നും കുറഞ്ഞത് 1000 വോട്ട് പോലീസ് നടപടി കൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ഏകദേശം 15 ലക്ഷം വോട്ട് വരുമിത്. ഇത്രയും വോട്ടാണ് പി ശശി UDF-ലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യാഴാഴ്ച നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. കൺട്രോൾമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർ ഉൾപ്പെടെ 250 പേർ കേസിൽ പ്രതികളാണ്. IG ലക്ഷ്മണിനെ സർവീസിൽ തിരിച്ചെടുത്തു. 360 ദിവസത്തെ സസ്പെൻഷന് ശേഷമാണ് ലക്ഷ്മൺ സർവീസിൽ തിരിച്ചെത്തുന്നത്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പു കേസിൽ പ്രതിയാണ് IG ലക്ഷ്മൺ. ട്രെയിനിങ് IG ആയാണ് പുതിയ നിയമനം. മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം കടുപ്പിച്ച് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 17-ാം നൂറ്റാണ്ടിലെ പോരാളിയായ രാജാവായ ശിവാജിയെ അപമാനിക്കുന്ന സംഭവമാണുണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോടതിയുടെ വീഡിയോ കോൺഫറൻസിനിടെ സ്വയം വിവസ്ത്രനായി നഗ്നത പ്രദർശിപ്പിച്ച അഭിഭാഷകനെതിരെ കേസ്. കൊല്ലം ബാറിലെ അഭിഭാഷകൻ TK അജനെതിരെയാണ് കേസ്. അശ്ലീല ആംഗ്യം കാണിച്ചതായും FIR-ൽ പറയുന്നു. കോടതിയിലെ വനിതാ ജീവനക്കാർ മുട്ടം പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി. കേസെടുത്തെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വാദം കേൾക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. 5 വനിതാ ജഡ്ജിമാർ അംഗങ്ങളായ പ്രത്യേക ബെഞ്ചായിരിക്കും വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത്. സജിമോൻ പാറയലിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം. പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി PV അൻവർ MLA രംഗത്ത്. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്തു പുറത്തേക്ക് എന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അൻവറിന്റെ വെളിപ്പെടുത്തൽ ആണ് സസ്പെൻഷനിലേക്ക് വഴിതെളിച്ചത്. കേരളത്തിന് അടിയന്തിരമായി 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ഭത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് ആശ്വാസമായി പണം കടമെടുക്കാനുള്ള കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത്. വൈദ്യുതി നിരക്ക് വർധന ആവശ്യപ്പെട്ട് KCB സമർപ്പിച്ച അപേക്ഷയിൽ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങി. ആദ്യ തെളിവെടുപ്പ് നടന്ന കോഴിക്കോട് ജില്ലയിൽ ബില്ല് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ 1000-ലേറെ പേരാണ് എത്തിയത്. വിവിധ ചാർജുകൾക്ക് പുറമെ സമ്മർ ചാർജ് കൂടി ഈടാക്കാനുള്ള KCB നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ജനം ഒഴുകിയെത്തി. ജനത്തിരക്ക് മൂലം റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച വേദി പോലും മാറ്റേണ്ടി വന്നതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് 8 മാസത്തിനിടെ 21 പേവിഷ മരണങ്ങൾ. 48 മണിക്കൂറിനിടെ തെരുവുനായ ആക്രമണത്തിന് ഇരയായത് 1400-ലധികം പേരാണ്. ഒരു മണിക്കൂറിൽ 26 പേർ നായ കടിയേൽക്കുന്ന ഭീതിതമായ അവസ്ഥയാണ് കേരളത്തിൽ. 2030-ഓടെ സമ്പൂർണ്ണ പേവിഷ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ ദുരവസ്ഥ. തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ ദിവസം തെരുവുനായ 38 പേരെയാണ് കടിച്ചത്. നായയ്ക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഊബർ, ഓല അടക്കമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കും. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ്
എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ബഹിഷ്കരിച്ചുകൊണ്ട് പണിമുടക്ക് നടത്താൻ ഡ്രൈവർമാർ തീരുമാനിച്ചത്. +2 വിദ്യാർത്ഥിനിയെ ബസ്സിൽ പീഡിപ്പിച്ച കണ്ടക്ടർ സന്തോഷ് കുമാറിന് 4 വർഷം കഠിന തടവിനും 10,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത്. ആറ്റിങ്ങൽ പാലസ് റോഡിലെ വെള്ളക്കെട്ടിൽ നടപടി വൈകുന്നു. പാലസ് റോഡിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പിറകുവശത്തെ വെള്ളക്കെട്ടാണ് ജനങ്ങൾക്ക് ശല്യമാകുന്നത്. ഈ ഭാഗത്തെ ഓട അടഞ്ഞതാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി ഇടതുവശത്തോട്ട് നടക്കുമ്പോൾ രൂക്ഷ ദുർഗന്ധമാണ്. മൂക്കുപൊത്തിപ്പോലും നടക്കാൻ കഴിയാത്ത സ്ഥിതി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.